ഇന്ന് രാവിലെ അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ അപ്പുറത്തെ വീട്ടിലെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ചക്കയുണ്ട്, അങ്ങോട്ട് തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പോയി മേടിച്ചിട്ട് വന്നതായിട്ടോ. അപ്പോൾ ചക്കയും മാങ്ങയായിരുന്നു. അവിടെ മാങ്ങ ഇങ്ങനെ അടന്ന് വീഴും, അപ്പോൾ അതും പറക്കി തന്നിട്ട് ഒരു മുറി ചക്കയുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാട്ടോ ഇത്. അങ്ങനെ അതും മേടിച്ച് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ടെങ്ങാനും എടുക്കാമെന്നും പറഞ്ഞ്. അങ്ങനെ ഇതാ ഇരുന്നപ്പോഴത്തേക്ക് അടുത്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ കുറച്ച് ചക്കയും കൂടെ ഉണ്ട്, ഇവിടെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആൾക്ക് വേണ്ട, അതുകൊണ്ട് വേണോന്ന് ചോദിച്ചു. അപ്പം ഞാൻ വറുക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ ആ വറുക്കാൻ നല്ല ചക്കയാന്ന് പറഞ്ഞിട്ടോ, നല്ല നീണ്ട നല്ല കട്ടിയുള്ള ചുളയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നിടത്തേക്ക് പഴുത്ത കുറച്ച് ചക്കയും കൂടെ തന്നു. വരിക്കച്ചക്കയായിരുന്നു, ചെറിയ ചുളയാട്ടോ. അങ്ങനെ അതും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കൈയോടെ അതങ്ങ് വെട്ടിപ്പറിച്ച് വെക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ അല്ലാണ്ട് എടുത്ത് വെക്കാനും പറ്റത്തില്ല, പഴുത്തു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അരിഞ്ഞിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിട്ടോ. എണ്ണയൊക്കെ ഒന്ന് കത്തിയിലൊക്കെ തേച്ചിട്ട് ഒന്ന് കണ്ടിക്കുവാണെങ്കിൽ അതിനകത്ത് വലുതായിട്ട് ഇങ്ങനെ അരക്കേറി പിടിക്കത്തില്ല. അപ്പോൾ ഇതാ ആദ്യം ചെറുതും രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ ചക്ക കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഇരിക്കുമായിരുന്നു. ഈ വർഷം അങ്ങനെ ചക്ക കഴിച്ചതേ ഇല്ല കേട്ടോ. നമ്മളാണെങ്കിൽ അവിടെ വീട്ടിലാണെങ്കിൽ പ്ലാവ് ഉള്ളത് കൊണ്ട് അവിടുന്ന് ഇടയ്ക്ക് വരുമ്പോഴൊക്കെ അമ്മയോ മമ്മിയോ ഒക്കെ വരുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് തരുമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി കഴിച്ചായിരുന്നു, പക്ഷേ ഈ വർഷം കഴിച്ചിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ അതുകൊണ്ട് തന്നെ നല്ല കൊതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചക്കയ്ക്ക് ഒരു മാറ്റില്ല എന്ന് വേണം പറയാൻ. നമുക്ക് എപ്പോഴും ചക്ക കിട്ടും, അങ്ങ് തിന്ന് മടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നതിന് ശേഷം ചക്കയില്ല, ഒന്നുമില്ല. നമുക്ക് കൊതിയാവും, ശരിക്കും പറഞ്ഞാൽ കൊതിയാവുകയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ ചക്കവറ്റിലിരിക്കുന്നു 100 ഗ്രാമിനാണ് നല്ല റേറ്റ് എങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയും റേറ്റ് ആയതുകൊണ്ട് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞെങ്കിലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വേണമെന്ന്. പിന്നീടാട്ടോ ആ ഒരു ആഗ്രഹം വന്നത്, അയ്യോ നമ്മൾ ഒത്തിരി നാളായാലോ കഴിച്ചിട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കൊതി മാറാൻ എന്തായാലും പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചക്ക കിട്ടി. അതുകൊണ്ട് കുറച്ച് വറുക്കുകയും കുറച്ച് വേവിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തനിച്ചിരുന്ന് അരിയുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു മടിയൊക്കെ തോന്നും. എനിക്ക് പഴയ ഓർമ്മകളായിട്ടോ ആ ഒരു സമയത്ത് വന്നത്. പണ്ടാണെങ്കിൽ അമ്മയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ചക്കയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് ഇരിക്കുന്നത്. ഒരാൾ ചക്ക വെട്ടുവാണെങ്കിൽ ഒരാളിങ്ങനെ പറിച്ചിട്ട് കൊടുക്കും, ഒരാളത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെച്ച് അങ്ങനെ അരിയൊക്കെ ചെയ്യും. അതിന് പെട്ടെന്ന് അതെല്ലാം അങ്ങ് തീരും. ഇത് നമ്മൾ ഒരാളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ആ ഒരു സമയത്തെല്ലാം ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. നമുക്ക് സംസാരിക്കാനും വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, എന്ത് രസമായേനെ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ പച്ചച്ചക്ക കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പഴുത്ത ചക്കയും പിന്നെ വേവിച്ച ചക്ക അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നേരത്തെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അത് കഴിച്ചു തുടങ്ങിയത്. അത് അമ്മയാണ് ശീലിപ്പിച്ചത്. ചക്കയ്ക്കകത്ത് ഇങ്ങനെ മീൻകറിയൊക്കെ ഒഴിച്ച് ഇളക്കി ഇങ്ങനെ തരുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് തലേന്നത്തെ പഴങ്കഞ്ഞിയും ഈ തലേന്ന് വേവിച്ച ചക്കയൊക്കെ കാണുമല്ലോ പിറ്റേന്നത്തേക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പഴഞ്ചോറിനകത്ത് ഈ ചക്കയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മോരുണ്ടെങ്കിൽ മോരോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിനകത്ത് ഒഴിച്ച് ഈ കാന്താരി മുളക് കാണും മുറ്റത്ത്, അത് ഓടിപ്പോയി പറിച്ചുകൊണ്ട് വരുമായിരുന്നു ആ ഒരു സമയത്ത്. ഉണ്ടമുളക് അതിൻ്റെ മണവും ഭയങ്കര എൻ്റെ പൊന്നോ, അതും പഴങ്കഞ്ഞിക്ക് അടിപൊളിയാണ്. അതൊക്കെ അങ്ങോട്ട് ഞെരടി പിന്നെ തലേന്നത്തെ മീൻകറി നല്ലപോലെ വറ്റിച്ച് വെച്ചേക്കും ഈ മൺചട്ടിയിൽ. അതും ഭയങ്കര മണവും ടേസ്റ്റൊക്കെ അല്ലേ, ഈ എൻ്റെ പൊന്നോ അടിപൊളിയാണ്. പിന്നെ ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വറുത്തൊക്കെ എടുക്കും. എന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കും രാവിലെ. അയ്യോ അടിപൊളിയാണ്. അത് നമ്മൾ ഈ അപ്പം എന്താ പറയുക ഇഡ്ഡലി ദോശ, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പഴങ്കഞ്ഞിയായിരുന്നു ഞാൻ കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴും എനിക്ക് അതാണ് കൂടുതലായിട്ട് ഇഷ്ടം. പക്ഷേ അങ്ങനെ അധികം ഇപ്പം കഴിക്കത്തില്ല കേട്ടോ. പഴഞ്ചോറ് വണ്ണം വെക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കഴിക്കത്തില്ല. വണ്ണം കുറയ്ക്കാനുള്ള നമ്മൾ ശ്രമത്തിൽ ഇനി അത് കൂട്ടണ്ട എന്ന് പറഞ്ഞാണ് കഴിക്കാതിരിക്കുന്നത്. അയ്യോ എന്നാലും പണ്ടത്തെ ഒരു ഓർമ്മകൾ ഇങ്ങനെ ഓർക്കുമ്പോൾ വായിലൂടെയൊക്കെ ഇങ്ങനെ കപ്പലോടാറുണ്ട്. അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമാണ്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചക്കയെല്ലാം അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ. കുറേ നേരം എടുത്തു നിന്ന് അരിഞ്ഞ് തീരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ആമിന ഷജീറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഏപ്രിൽ 29 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുക രാജീവ്, ശരണ്യ കിരൺ, അമീർ, അഫിജ,
എന്നിവരായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ആരെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ അതിനകത്ത് അടുത്ത വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ചക്കക്കുരും പിന്നെ ഇതാ കുറച്ച് കൂഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമെങ്കിൽ എടുത്ത് കറി വെക്കാമെന്നും പറഞ്ഞിട്ടായിട്ടോ. അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒന്ന് നടക്കാൻ പോകണം. അതുവഴി നമുക്ക് ചന്തയിലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ചക്കയും വേവിച്ച് മീൻ കറി വെക്കാമല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതാ ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെ നല്ല കുതിരെടുക്കുന്ന ജനമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ ചേട്ടൻ്റെ നിന്നാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ മേടിക്കുന്നത്. അങ്ങനെ ആ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ്റെ നിന്ന് മേടിക്കും. അങ്ങനെ അതൊക്കെ മീനും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതും കൂടെ മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കയ്യോടെ പിന്നെ മീനൊക്കെ എടുത്തു ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരുക്കമായിരുന്നു. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു പാത്രത്തിനകത്താക്കി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഇതുകൊണ്ട് മീൻ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ചീത്തയായി പോവും, ഒരു നല്ല സ്മെല്ല് വരുമെന്ന്. നല്ല രീതിയിലാട്ടോ പറഞ്ഞിരുന്നത്, ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്. എനിക്ക് മനസ്സിലായ രീതി വെച്ചിട്ട് ഇതാണ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ താഴത്തെ തട്ടിലല്ല നമ്മൾ വെക്കുന്നത്, ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ലപോലെ ഐസായിട്ട് ഇരിക്കും. നമ്മൾ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് മീൻ ചീത്തയാവത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ പിന്നെ എടുത്തിട്ട് തണുപ്പ് മാറുമ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതോട്ട് കറിയൊക്കെ വെക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മളെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഉണക്കമീൻ്റെ ഒരു ചുവ വരും. കാരണം നമുക്ക് ആ ഒരു ടേസ്റ്റേ അല്ല, വേറൊരു മാതിരി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് നേരത്തെ വെക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ അത് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. മീൻ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിരുന്ന സാധനങ്ങളെല്ലാം പിന്നെ അതായത് സ്ഥലത്തൊക്കെ എല്ലാം എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നമുക്ക് ചക്കവറ്റിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ. അങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇരിപ്പുണ്ട്, ഞാൻ അതാണ് എടുത്തത്. അങ്ങനെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഇതാ കുറേശ്ശെയായിട്ട് നമ്മുടെ ചക്ക ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് ആദ്യത്തെ വട്ടം അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിയപ്പോഴേ ഓരോരുത്തരെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ടേസ്റ്റ് നോക്കിയതാണ്. ഉപ്പ് പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു. ടേസ്റ്റ് നോക്കി അതങ്ങ് തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വട്ടം കൂടി ഇടാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതുകൊണ്ട് കുറച്ച് ഇടാനും പറ്റത്തുള്ളൂ. അതങ്ങനെ ഇട്ട് എല്ലാം വറുത്ത് കോരിയപ്പോഴത്തേക്ക് ആദ്യത്തെ ട്രിപ്പുള്ളത് തീർന്നു. രണ്ടാമത്തെ ട്രിപ്പും പകുതിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിലർ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. ഞാൻ ഇതിന് മുന്നേ ചേർത്ത് കൊടുക്കുമായിരുന്നു, പെരട്ടിയിട്ടൊക്കെ അതിനകത്ത് വറുത്ത് കോരുമായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ലേ. നമ്മൾ വറുത്ത് കോരിയിട്ട് ലാസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് ഉപ്പ് ഇച്ചിരി വെള്ളത്തിനകത്ത് ചാലിച്ചിട്ട് അതൊന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കൈയൊക്കെ കൊണ്ടുവന്ന് ഇളക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മറിച്ച് ഇടുകയോ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. ഉപ്പ് അതിനകത്ത് പിടിക്കും, നമുക്ക് എന്നിട്ട് കഴിക്കുകയും ചെയ്യാം കൈയോടെ. പിന്നെ നമ്മളിത് തണുക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ടിന്നകത്തിട്ട് വെക്കുവാണെങ്കിൽ തണുക്കാതിരിക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകും കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെളിയിൽ വെക്കുമ്പോൾ തണുത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൈയോടെ പിന്നെ ടിന്നകത്തിട്ട് വെക്കാനൊന്നും കാണത്തില്ല. ഇതിപ്പം വേണമെങ്കിൽ ഇപ്പം തന്നെ തീരെയൊക്കെ ചെയ്യും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നേരെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തു. ആദ്യം തന്നെ ഞങ്ങൾ ചൂടോടെ അതങ്ങ് കുറച്ചങ്ങ് അകത്താക്കിയതുകൊണ്ട് പിന്നെ ഇത് നമ്മൾ ഒരുപാട് എടുത്തൊന്നും ഇല്ല. കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കിയൊരു ടിന്നിനകത്ത് ഇട്ട് വെച്ച് കേട്ടോ. ചെറിയ ടിന്ന് നിറയെ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞു. പിന്നെ ബാക്കി ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങനെ കുറച്ച് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആക്കി ഇങ്ങനെ കഴിച്ചു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും കട്ട് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സീ യു.